ഭാര്യേൻ്റെ മുമ്പിൽ ആളാവുക എന്നുള്ളത് ഒരു കല്യാണം കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്വഭാവം. എനിക്ക് ആ സ്വഭാവം ഉണ്ടായി. ഇങ്ങനെ ഭാര്യേനെ കൂട്ടി ഞാൻ പർച്ചേസിന് പോവുകയാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ട് പറയുകയാണെടി ഒരു ചുരിദാർ വാങ്ങിത്തരാം. അപ്പോൾ അവൾ പറഞ്ഞ ചുരിദാർ വേണ്ട, ഇഷ്ടമാതിരി ചുരിദാർ വീട്ടിലുണ്ട്, എന്നാൽ പിന്നെ ഒരു സാരി ആയിക്കോട്ടെ. ഇന്നലെ പെങ്ങളെ വീട്ടിൽ പോയപ്പോൾ സാരിയാണ് കിട്ടിയത്. എന്തിനാണ് ഈ വസ്ത്രം ഇങ്ങനെ പൈസ ഇങ്ങനെ നശിപ്പിക്കുന്നത്, എന്തിനാണ് ഇത്ര പൈസ ഇങ്ങനെ അനാവശ്യമായിട്ട് നശിപ്പിക്കുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നന്ദിയൊക്കെ തോന്നി ഭഗവാനോട്. കാരണം ഇന്നലെ ആശി ചിലവാക്കാത്ത ഒരു ഭാര്യയാണല്ലോ എനിക്ക് കിട്ടിയത്. അദ്ദേഹത്തോട് ഭയങ്കര നന്ദിയൊക്കെ പറഞ്ഞ് അങ്ങനെ അവളുടെ അഭിപ്രായം അനുസരിച്ച് ബാക്കി എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ വീട്ടിലെത്തി. പിറ്റേന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവൾ ദേഷ്യത്തോടു കൂടി ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം, ഇന്നലെ പർച്ചേസിന് പോയപ്പം ഒരു ടവലെങ്കിലും ഇല്ലെങ്കിൽ വാങ്ങി തന്നതാണ്. അപ്പോൾ ഞാൻ ചല്ലടി, ഞാൻ നിന്നോട് 100 പ്രാവശ്യം ചോദിച്ചില്ലേ നിനക്ക് വേണോ വേണോന്ന്. അപ്പോൾ അവൾ പറയണം, നിങ്ങൾ ചോദിക്കാൻ പാടില്ല, നിങ്ങൾ വാങ്ങി തരണേ, നിങ്ങളുടെ ഭർത്താവല്ലേ, നിങ്ങൾ വാങ്ങി തന്നാൽ ഞാൻ ഉടുക്കിയില്ലെന്നാണ് ചോദിച്ചത്. അന്നാണ് എനിക്ക് മനസ്സിലായത്, അവൾ വേണം എന്ന് പറയില്ല, അവൾ വേണ്ട എന്ന് പറയും. വേണോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് മാത്രം പറയുക ചെയ്യാം. അതാണ് അവരുടെ ഭാഷ. ആ ഭാഷ, അവരുടെ വേണ്ടയുടെ അർത്ഥം വേണമെന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ നിർബന്ധിച്ച് ഒരു സാരി വാങ്ങിക്കൊടുത്താൽ ജീവിത അവസാനം വരെ അവരെ മറക്കില്ല എന്ന് മാത്രമല്ല, അവർക്ക് ആ നന്ദി എപ്പോഴും ആ ഒരു ബഹുമാനവും സ്നേഹവും നമ്മളോടുണ്ടാവും.